BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വരും ദിവസങ്ങളിൽ നിരവധി സഞ്ചാരികളെയും സന്ദർശകരെയും പ്രതീക്ഷിക്കുന്ന വൻ പരിപാടികൾ നടക്കുന്നതിനാൽ രാജ്യത്ത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഗതാഗത ക്രമീകരണങ്ങൾ പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച മുതൽ 30 വരെ ബഹ്റൈൻ എക്സിബിഷൻ വേൾഡിൽ ജ്വല്ലറി അറേബ്യയും സെന്റ് അറേബ്യയും നടക്കുകയാണ്. ആനിമൽ പ്രൊഡക്ഷൻ ഷോയുടെ 7ാം പതിപ്പ് 27 മുതൽ ഡിസംബർ 1 വരെ ബഹ്റൈൻ ഇന്റർനാഷണൽ എൻഡ്യൂറൻസ് വില്ലേജിൽ നടക്കും. സിഡ്സ്കേപ്പ് 26 മുതൽ 30 വരെ നടക്കും. ഇവയുൾപ്പെടെ പ്രധാന പരിപാടികൾ എന്നിവ പ്രമാണിച്ചാണ് ബഹ്റൈൻ ബേ റോഡിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നത്. ഈ സമയത്ത് നിർദ്ദേശിച്ചിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജ്വല്ലറി അറേബ്യ, സിറ്റിസ്കേപ്പ് സന്ദർശകർക്ക് ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ P9, P8, P7 എന്നീ സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യമുണ്ടായിരിക്കും. ഷട്ടിൽ ബസ്സുകൾ ഈ വേദികളിലേക്ക് സർവീസ് നടത്തും. എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ P1, P2, P3, P4 എന്നീ സ്ഥലങ്ങളിൽ അധിക പാർക്കിംഗ് ലഭ്യമാക്കും. മറായി 2024 സന്ദർശകർ അൽ ജസൈർ ബീച്ചിലെ പാർക്കിംഗ് ഉപയോഗിക്കണം. ഷട്ടിൽ ബസ്സുകൾ അവരെ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് കൊണ്ടുപോകും. വണ്ടികൾ സമയബന്ധിതമായി എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും പങ്കിടുന്ന ട്രാഫിക് നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാൻ ജനത്തോട് ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു. ബഹ്റൈനിലെ പ്രമുഖ വ്യവസായിയും വൈക്കെ അൽ മുയദ് ഗ്രൂപ്പ് ചെയർമാനുമായിരുന്ന ഫാറൂഖ് അൽ മുയദിന്റെ നിര്യാണത്തിൽ വേൾഡ് NRI കൗൺസിലും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് മിഡിൽ ഈസ്റ്റ് റീജിയനും അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും അചഞ്ചലമായ അർപ്പണബോധവും ബഹ്റൈന്റെ വികസനത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ജീവിതം വരും തലമുറകൾക്ക് പ്രചോദനമാകട്ടെ എന്നും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഡയറക്ടർ സുധീർ തിരുനെല്ലത്ത് അനുശോചന കുറിപ്പിൽ അറിയിച്ചു. ശക്തമായ കാറ്റ് വീശുന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ ഡയറക്ടറേറ്റ് അറിയിച്ചു. 27 മുതൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റുണ്ടാകും. 28 മുതൽ 30 വരെ കാറ്റ് ശക്തമാകും. രാത്രിയിലും അതിരാവിലെയും നല്ല തണുപ്പ് അനുഭവപ്പെടും. തുടർന്നുള്ള ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗം ക്രമേണ കുറയുമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു. ജനം ജാഗ്രത പുലർത്തുകയും ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അറേബ്യൻ പെനിൻസുലയുടെ വടക്കൻ ഭാഗങ്ങളെയും ഗൾഫ് മേഖലകളെയും ന്യൂനമർദ്ദം ബാധിക്കും. ഇത് പലപ്പോഴും അസ്ഥിരമായ കാലാവസ്ഥയ്ക്കും മേഘം രൂപം കൊള്ളുന്നതിനും ഇടയാക്കിയിട്ടുള്ള ഇടിമിന്നലിനും കാരണമാകും. വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ ചരിത്ര ഭൂരിപക്ഷത്തിന് പ്രധാന കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോടുള്ള ഭരണവിരുദ്ധ വികാരവുമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് അഭിപ്രായപ്പെട്ടു. ബഹ്റൈൻ UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിജയാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ചു. KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സ്വാഗതവും KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം നന്ദിയും അറിയിച്ചു. KMCC സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, OICC വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, KMCC മുൻ ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, OICC ജനറൽ സെക്രട്ടറി മനു മാത്യു, ട്രഷറർ ലത്തീഫ അയഞ്ചേരി, KMCC ട്രഷറർ KP മുസ്തഫ, കുട്ടൂസ മുണ്ടേരി, ബഹ്റൈൻ നൗക പ്രതിനിധി അശ്വതി എന്നിവർ പ്രസംഗിച്ചു. OICC ദേശീയ ഭാരവാഹികളായ ഷമീർ നടുവണ്ണൂർ, പ്രദീപ് മേപ്പയൂർ, ജവാദ് വക്കം, നസീം തൊടിയൂർ, രഞ്ജിത്ത് കേച്ചേരി, രജിത്ത് മുട്ടപ്പാറ, ജോഡി താമരശ്ശേരി, ജോയ് ചുനക്കര, KMCC ബഹ്റൈൻ സ്റ്റേറ്റ് ഭാരവാഹികളായ AP ഫൈസൽ, സലീം തളങ്കര, ഷഹീർ കാട്ടമ്പള്ളി, അഷ്റഫ് കാക്കണ്ടി, SK നാസർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂ ഇന്ത്യൻ സ്കൂളിൽ 34ാം വാർഷിക ദിനം വിപുലമായി ആഘോഷിച്ചു. കേരളീയ സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു. ഷൂറ കൗൺസിൽ അംഗം തലാൽ മുഹമ്മദ് അബ്ദുള്ള അൽ മന്നായി, ഡോക്ടർ മറിയം സാലിഹ് അൽ ദൈനൻ, MP ഡോക്ടർ മസൂമ ഹസൻ അബ്ദുൾ റഹീം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഡോക്ടർ ജാൻ MT തോട്ടുമാലിൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെമി തോട്ടുമാലിൽ തോമസ്, ഡയറക്ടർ ജോബി അഗസ്റ്റിൻ, പ്രിൻസിപ്പൽ K ഗോപിനാഥ മേനോൻ, വൈസ് പ്രിൻസിപ്പൽ, പ്രധാന അധ്യാപകൻ, വിവിധ വിഭാഗങ്ങളുടെ കോർഡിനേറ്റർമാർ, വകുപ്പ് മേധാവികൾ, അധ്യാപകർ, സ്റ്റുഡന്റ് കൗൺസിൽ അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു. K ഗോപിനാഥ മേനോൻ സ്വാഗതം പറഞ്ഞു. സ്റ്റുഡന്റ് കൗൺസിൽ അംഗങ്ങൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2023-24 10-12 ബോർഡ് പരീക്ഷകളിലെ ഐലൻഡ് ടോപ്പർമാരെ മുഖ്യാതിഥി ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് ആദരിച്ചു. സ്കൂൾ മാഗസിൻ വിൻസ്പെരിയ ചടങ്ങിൽ പ്രകാശനം ചെയ്തു.
നാട്ടിക വാഹന അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ദുരന്തത്തിനിരയായ സംഘത്തിലുണ്ടായിരുന്നവർ മുക്തരായിട്ടില്ല. തിങ്കളാഴ്ച രാത്രി ഉത്സവാഘോഷങ്ങൾ കണ്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങിയ സംഘമാണ് അതിദാരുണമായ ദുരന്തത്തിൽ ഞെരിഞ്ഞമർന്നത്. പാഞ്ഞെത്തിയ ലോറിക്കിടയിൽ ചിലർ ചതഞ്ഞറിഞ്ഞപ്പോൾ ചിലർ ഓടി രക്ഷപ്പെടാനായി. പലരും ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നു. കുഞ്ഞുങ്ങളും സ്ത്രീകളും ലോറിയുടെ വരവ് അറിഞ്ഞതേയില്ല. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. അപകടം കഴിഞ്ഞ് അധികം വൈകാതെ മരിച്ചവരെയും പരിക്കേറ്റവരെയും ആശുപത്രിയിൽ എത്തിച്ചു. മോർച്ചറിക്ക് സമീപവും ആശുപത്രി വരാന്തയിലുമൊക്കെയായി കൂട്ടം കൂടിയ സംഘം നിലവിളിക്കുന്ന കാഴ്ച നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. പലരുടെയും കയ്യിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് താൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും കുടുംബത്തിലെ ഒരു യുവതി പറഞ്ഞു. റോഡിൽ നിരന്നു കിടന്ന കൂട്ടത്തിൽ ഏറ്റവും അവസാനമാണ് കിടന്നിരുന്നത്. വാഹനം നേരെ വരുന്നത് കണ്ടപ്പോൾ ഒഴിഞ്ഞുമാറിയെന്നും യുവതി പറഞ്ഞു. ജീവ, വിശ്വ എന്നീ കുഞ്ഞുങ്ങളുടെ മരണമാണ് എല്ലാവരെയും ഏറെ ഉലച്ചത്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വേദനയിൽ അവർ പൊട്ടിക്കരഞ്ഞു. ആണുങ്ങളടക്കം നിലവിളിയോടെ ആശുപത്രി പരിസരത്ത് ഓടി നടന്നു. തൃപ്രയാർ, നാട്ടിക പ്രദേശങ്ങളിൽ ഈ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾ കണ്ടിരുന്നതായും സമീപവാസികളിൽ പലരും ഓർക്കുന്നു. വർഷങ്ങളായി കരമടച്ചു വരുന്ന ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലെ സാധുജന പരിപാലന സംഘത്തിന് മറ്റിടങ്ങളിൽ താമസക്കാർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടീസ്. ബോർഡ് വക സ്ഥലത്ത് അനധികൃതമായി പ്രവേശിച്ചതായി റിപ്പോർട്ട് കിട്ടിയെന്നും നടപടിയെടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാനുമാണ് നോട്ടീസ്. പറവൂർ കോട്ടുവള്ളി സെന്റ് ഫിലോമിന സാധുജന പരിപാലന സംഘം പ്രസിഡന്റ് തോമസ് പാറക്കൽ, കണയന്നൂർ താലൂക്കിൽ എടക്കാട്ടുവയൽ, ചിന്നിക്കോട്, കണ്ടംചിറയിൽ മണി എന്നിവർക്കാണ് നോട്ടീസ്. കൂരമാവ് സെന്റ് ഫിലോമിനാസ് പള്ളിക്ക് കീഴിൽ കോട്ടുവള്ളി വില്ലേജിൽ സാധുജന പരിപാലന സംഘം 1969 തീറാധാരം ചെയ്തു വാങ്ങിയ 2 സർവേ നമ്പറുകളിൽപ്പെട്ട 3.18 ഏക്കറിൽ 318/4 സർവേ നമ്പറിലെ 1.74 ഏക്കർ ചേന്നകുളങ്ങര ദേവസ്വം വകയാണെന്നും ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവകാശപ്പെട്ടതാണെന്നുമാണ് സ്പെഷ്യൽ തഹസിൽദാർ നൽകിയ നോട്ടീസിൽ പറയുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.